പിന്നെ വേറൊരു കൂട്ടാനുണ്ട് അസ്ത്രം എന്ന് പറഞ്ഞ്. എങ്കിലും മാങ്ങയോ ചക്കയോ ഒരു നേരം ഇല്ലാത്ത ആഹാരമില്ല. പക്ഷേ അതൊരു വിശേഷമായ സാധനമാണ്. അപ്പം നമ്മൾ എന്തിനാണ് കിട്ടാത്ത സാധനങ്ങൾക്ക് വേണ്ടി പോകുന്നത്? മാങ്ങയും ചക്കയും ഇത് ഇന്നലെ ചക്കമടലോ പുളിങ്കറി, അതിൻ്റെയൊക്കെ ഒരു സ്വാദ്. ഈ ചക്കമടൽ പുളിങ്കറി നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്? അതിൻ്റെ ആ മടൽ ചെത്തി കളഞ്ഞിട്ട് അകത്തുള്ള, അതായത് പഴുത്ത ചക്കയല്ല, ചുള വരുന്നതിന് മുമ്പേ, ചുള വരുന്നതിന് ഇടിച്ചക്കയില്ലേ, ആ പാകത്തിനെടുത്ത് പുളിങ്കറി. പിന്നെ വേറൊരു കൂട്ടാനുണ്ട് അസ്ത്രം എന്ന് പറഞ്ഞ്. അത് ഈ മാവേലിക്കര ഭാഗത്തൊക്കെ ചെട്ടുകുളങ്ങര കഞ്ഞിയും അസ്ത്രവുമാണ്. എങ്കിലും മാങ്ങയോ ചക്കയോ ഒരു നേരം ഇല്ലാത്ത ആഹാരമില്ല. ഈ ചക്കമടൽ പുളിങ്കറി ഇതിൻ്റെ ചക്കമടലിൻ്റെ മുള്ള് കളഞ്ഞിട്ട് ആ കുറച്ച് ചവണി കൂടെ കാണും. അങ്ങനെ ചക്ക തോരനൊക്കെ എടുക്കൂല്ലേ. പിന്നെ ചക്ക കൊണ്ട് ഉപ്പിലിട്ട് ഉണ്ടാക്കും. ചക്കയുടെ മടലോ? മടലല്ല, ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ തീയലിനൊക്കെ അരിയൂല്ലേ, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അത് പിക്കിൾ ചെയ്യും. നല്ല സ്വാദാണ്. പക്ഷേ ഇത് അധികം ഇരിക്കില്ല. നമ്മളതിൽ എണ്ണയോ വിനിഗറോ ഒഴിച്ചില്ലെങ്കിൽ അധികം അത് ഇരിക്കില്ല. ഫ്രിഡ്ജ് വെച്ച് ഒരു 3-4 ദിവസമേ ഇരിക്കൂ. പക്ഷേ അതൊരു വിശേഷമായ സാധനമാണ്. സത്യത്തിൽ ആൾക്കാർക്കൊക്കെ അത്ഭുതമാണ് രാജകീയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ചക്കയുടെ മടൽ. അല്ല, നമ്മൾ ചക്കയും മാങ്ങയും ഉള്ള നാട്ടിലല്ലേ ജീവിക്കുന്നത്. ചക്ക, മാങ്ങ, തേങ്ങ ഇതൊക്കെ ഉള്ള നാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് കിട്ടാത്ത സാധനങ്ങൾക്ക് വേണ്ടി പോകുന്നത്?